നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ ലേണിംഗ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? സാഷയും നവീനും ആരെ കണ്ടെത്തി? ആ പെൺകുട്ടിയെ കണ്ടെത്തി അല്ലേ? ആൻഡ് വാട്ട് ഈസ് ഹർ നെയിം? എന്തായിരുന്നു അവളുടെ പേര്? ഓർമ്മയുണ്ടോ? അതെ, കവിത. സാഷ കവിതയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നല്ലോ. എന്തായിരുന്നു അത്? ഇറ്റ്സ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. കവിതയ്ക്ക് സന്തോഷമായി കാണുമോ? ഓഫ് കോഴ്സ് അല്ലേ, അവൾക്ക് സന്തോഷമായി കാണും. അങ്ങനെ നമ്മുടെ സാഷ നവീനോട് പറയുകയുണ്ടായി, അനുപമ ടീച്ചറിനോട് ഉറപ്പായും കവിതയുടെ കാര്യം പറയണം. ആൻഡ് എന്ത് ചെയ്യും? ഷി വിൽ ഹെൽപ്പ് ഹർ. ടീച്ചർ അവളെ സഹായിക്കും എന്ന് സാഷിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. നോക്കാം സാഷ അനുപമ ടീച്ചറിനോട് പറഞ്ഞിട്ടുണ്ടാവുകയോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി 5 ആ സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. എ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് അനുപമ ടീച്ചർ. ലെറ്റ്സ് റീഡ് ദിസ്. ഓക്കെ. Sasha told Anupama teacher about Kavita. Write the conversation between Sasha and her teacher. സാഷയും ടീച്ചറും തമ്മിലുള്ള ആ ഒരു സംഭാഷണം, കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സാഷയാണ്. എന്താ സാഷ പറയുന്നത് നോക്കൂ. ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. എന്താ അനു ടീച്ചറിനോട് പറയുന്നത്? ടീച്ചർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ എന്ത് ചോദിച്ചിരിക്കാം? സ്വാഭാവികമായും ടീച്ചർ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആരാണ് ആ കുട്ടി അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ചോദ്യം. എ ഗേൾ? ഹു ഈസ് ഷീ? പെൺകുട്ടിയോ? ആരാണ് അവൾ? അപ്പോൾ സാഷ പറയുകയാണ്, യെസ്റ്റർഡേ വി സോ ദാറ്റ് ഗേൾ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം. ഇൻ ദ ഈവനിങ് വി സോ ഹർ നിയർ ദ ബുഷസ്. ഇന്നലെ എന്താണ്? നമ്മുടെ ക്ലാസ്സിന്റെ മുന്നിൽ അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തന്നെ ഞങ്ങൾ അവളെ വീണ്ടും എവിടെ വെച്ച് കണ്ടു? ആ ബുഷസിന്റെ അടുത്ത്, ആ ട്രീയുടെ അടുത്ത് വെച്ച് വീണ്ടും അവളെ ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഹർ നെയിം? അവളുടെ പേരെന്താണ്? സാഷ പറയുകയാണ്, ഐ ഡോണ്ട് നോ ടീച്ചർ, ബട്ട് ഐ തിങ്ക് ഷീ ഈസ് എ പുവർ ഗേൾ. ക്യാൻ വി ഹെൽപ്പ് ഹർ ടു സ്റ്റഡി? എന്താ പറയുന്നത്? എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് അവളൊരു പാവം കുട്ടിയാണെന്നാണ്. നമുക്ക് അവളെ പഠിക്കാൻ സഹായിക്കാമോ? അപ്പോൾ ടീച്ചർ വളരെ നല്ലൊരു ടീച്ചറാണ്. അതുകൊണ്ട് ടീച്ചർ എന്താണ് പറയുന്നത്? ഡോണ്ട് വെറി. സാഷിയോട് എന്താ പറയുന്നത്? സങ്കടപ്പെടണ്ട. എന്താ പറയുന്നത്? അവോ ഹെഡ് മാസ്റ്റർ ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാം ഇതിനെക്കുറിച്ച് എന്നാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ടീച്ചർ ഹെഡ് മാസ്റ്ററിനോട് സംസാരിച്ച് കഴിഞ്ഞ് ഹെഡ് മാസ്റ്റർ സമ്മതിക്കുമോ? നമുക്ക് നോക്കാം. തൊട്ടടുത്ത ആക്ടിവിറ്റി 6 ടീച്ചറും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള ഒരു വാട്സപ്പ് കോൺവെർസേഷൻ ആണ്. എന്തായിരിക്കും? മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്ററിന് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനായി കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായവ എടുത്ത് ഇവിടെ ചേർത്താൽ മാത്രം മതി. ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഡയലോഗ്സ്? ഹൂ വേ ദേ? They wanted to admit a girl to a school. Why did they come? Today, 2 of our students came to me. Sasha and Naveen. Hi, Anupama teacher. ഇത്രയുമാണ് ഡയലോഗ്സ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് എടുത്ത് നമ്മൾ ഈ കോൺവെർസേഷൻ എന്ത് വേണം? കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം അനുപമ ടീച്ചറാണ് തുടങ്ങിയിരിക്കുന്നത്. വിഷ് ചെയ്യാണ് അല്ലേ? ഹലോ സാർ. സാറ് ചോദിക്കുകയാണ്, ഹായ് അനുപമ ടീച്ചർ. തിരിച്ച് സാറും വിഷ് ചെയ്തു, ഹായ് അനുപമ ടീച്ചർ. അപ്പോൾ അനുപമ ടീച്ചർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ടുഡേ 2 of our students came to me. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന 2 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നു. എന്തിനാ വന്നത്? ആൻഡ് വി ഓൾ നോ എന്തിനാണ് അവർ വന്നതെന്ന്. പക്ഷെ സാറിന് അറിയില്ലല്ലോ. സാറ് ചോദിക്കുകയാണ്, വൈ ഡിഡ് ദേ കെയിം? എന്തിനാണ് അവർ വന്നത്? അപ്പം അനുപമ ടീച്ചർ പറയാണ്, they wanted to admit a girl to our school. എന്താ പറയുന്നത്? അവർക്ക് നമ്മളെ സ്കൂളിൽ ഒരു കുട്ടിയെ എന്ത് വേണം? കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ, ഒരു കുട്ടിയെ കൂടി നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. നോ ഇഷ്യൂസ്, വി ഷാൽ ഡു ഇറ്റ്. എന്താ അപ്പോൾ സാറ് പറയുന്നത്? ഒരു പ്രശ്നമില്ല, നമുക്കത് ചെയ്യാം. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? താങ്ക് യു സോ മച്ച്. വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് എഴുതി ഈ കോൺവെർസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 9. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയേ.
ആരാണ് ഈ പിക്ചറിലുള്ളത്? അതെ, കവിത. ഷി വാസ് സ്റ്റാൻഡിങ് ദെയർ. ആൻഡ് അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ, ഹർ മദർ ഇസ് കുക്കിംഗ് സംതിങ് അല്ലേ? എന്തോ പാചകം ചെയ്യാണ്. ആൻഡ് എ ഡോഗ് സ്റ്റാൻഡിങ് ദെയർ. ഒരു ഡോഗ് അവിടെ ഉണ്ട്. ആൻഡ് അവരുടെ ഹൗസ് അവിടെ ഉണ്ട്, ഒരു ടെന്റ് ആണ് അല്ലേ? ടെന്റ് ഉണ്ട്. ദെൻ ഹർ യങ്ങർ ബ്രദർ എന്ത് ചെയ്യാണ്? സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. തൊട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് അവൻ. ഒരു മരമുണ്ട്. ആൻഡ് ഓൾസോ ദർ ഇസ് എ കാറ്റ്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇതുപോലുള്ള പെറ്റ്സ്? കാറ്റ്, ഡോഗ് ഒക്കെ ഉണ്ടോ? ഇവിടെ നമ്മുടെ കവിതയ്ക്കുണ്ട്, ഡോഗ് ഉണ്ട്, കാറ്റ് ഉണ്ട് അല്ലേ? അവർ പാവങ്ങളാണെങ്കിലും ഒരു ഡോഗിനും കാറ്റിനും ഒക്കെ അവർ എന്ത് കൊടുക്കുന്നുണ്ട്? ഫുഡൊക്കെ കൊടുത്ത് അവരുടെ കൂടെ നിർത്തുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഈ പിക്ചർ നമ്മളൊന്ന് നോക്കിയിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എ ഗേൾ സ്റ്റാൻഡിങ് ദെയർ ആൻഡ് ഹർ മദർ വാസ് കുക്കിംഗ് ആൻഡ് എ ഡോഗ് ആൻഡ് കാറ്റ് സ്റ്റാൻഡിങ് നിയർ ദം. ദെൻ there is a tent and a tree and a baby is sleeping in the cradle. ഓൾറെഡി നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? വളരെ എളുപ്പമാണ്, നമുക്ക് നോക്കാം. എങ്കിലും ആ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. The poor girl and her mother are living in a shack. They are living near the forest. Her mother is cooking food near a tree. Their pet dog is standing beside her. A cat is lying near its mother. The baby is sleeping in the cradle. The cradle is hanging on a tree nearby. The hungry girl is waiting for food. The pet dog is also waiting for food. അപ്പോൾ എന്താണ്? The poor girl and her mother was living in a hut, a shack. എന്താണ്? ഒരു ടെന്റിലാണ് അവർ താമസിക്കുന്നത് അല്ലെ? ഒരു കുടിലാണ് അവർ താമസിക്കുന്നത്. They are living near the forest. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു ടൗണിലാണോ അവർ താമസിക്കുന്നത്? നോട്ട് അറ്റ് ഓൾ. എവിടെ ആയിരിക്കും അവർ താമസിക്കുന്നത്? ഒരു ഫോറസ്റ്റിന്റെ അടുത്തായിട്ടാണ് അവർ താമസിക്കുന്നത്. Her mother is cooking food near a tree. അമ്മ എന്ത് ചെയ്യാണ്? കുക്ക് ചെയ്യാണ്. The pet dog is standing beside her. പെറ്റ് ഡോഗ് എന്ത് ചെയ്യാണ്? അവരുടെ അടുത്തായിട്ട് നിൽക്കുകയാണ്. A cat is lying near his mother. ഒരു അമ്മയുടെ അടുത്തായിട്ട് ആരും കിടക്കുന്നുണ്ട്? പൂച്ചയും കിടക്കുന്നുണ്ട്. The baby is sleeping in the cradle. കുഞ്ഞ് എവിടെ കിടന്നുറങ്ങുകയാണ്? തൊട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആ ക്രാഡിൽ എവിടെയാണ്? The cradle is hanging on a tree nearby. ക്രാഡിൽ എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? അതിന്റെ തൊട്ടടുത്തുള്ള ഒരു മരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. The hungry girl is waiting for food. പാവം നമ്മുടെ കവിത എന്ത് ചെയ്യാണ്? വിശന്നിരിക്കുകയാണ്. ഹംഗ്രി ഗേൾ ആണ് അല്ലേ? വിശന്നിരിക്കുന്ന പെൺകുട്ടി. അവൾ എന്ത് ചെയ്യാണ്? അമ്മ ഫുഡ് ഉണ്ടാക്കി എത്രയും പെട്ടെന്ന് തരുന്നത് നോക്കി അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് ഓൾസോ ദ പെറ്റ് ഡോഗ് ഈസ് വെയിറ്റിംഗ് ഫോർ ഫുഡ്. ആരും നിൽക്കുകയാണ്. അവളെ പോലെ തന്നെ ക്ഷമ നശിച്ച് നമ്മുടെ ഡോഗ് എന്ത് ചെയ്യാണ്? ആഹാരത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് നമുക്ക് എഴുതാം. അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ സെന്റൻസിൽ ഹിയർ ഇസ് എ ടെന്റ്, എ ഗേൾ ഇസ് സ്റ്റാൻഡിങ്, മദർ ഇസ് കുക്കിംഗ്, എ ഡോഗ് ഇസ് സ്റ്റാൻഡിങ് നിയർ ദ ഗേൾ. അങ്ങനെ ചെറിയ ചെറിയ സെന്റൻസുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ദെൻ നെക്സ്റ്റ് എവിടെ വരെ എത്തി നമ്മളിപ്പോൾ? അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്ററോട് സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുകയാണ്? ആ കുട്ടിയുടെ അഡ്മിഷനൊക്കെ ഗ്രാൻഡ് ചെയ്തു. കുട്ടിയെ നമുക്ക് സ്കൂളിൽ എടുക്കാമെന്ന് സമ്മതിച്ചു. ആൻഡ് സാഷയും നവീനും ഒക്കെ എന്തായി കാണും? സന്തോഷമായി കാണുമോ? നിങ്ങൾക്ക് സന്തോഷമായോ? എനിക്ക് സന്തോഷമായി അല്ലേ? ഒരു പാവം കുട്ടിയല്ലേ കവിത? അവൾക്ക് പഠിക്കാൻ ഒരു അവസരം എല്ലാവരും കൂടെ ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. ദ സ്മൈൽ. അപ്പോൾ ഇതൊരു സ്കൂൾ ഓഡിറ്റോറിയോ സ്റ്റേജ് അതെ അല്ലേ? സ്കൂൾ ഓഡിറ്റോറിയം ആണ്. കുട്ടികളെല്ലാം നാണ്ട് നിൽക്കുന്നു സ്റ്റേജിലായിട്ട്. ആരൊക്കെ ആയിരിക്കാം ഇത്? ഐ തിങ്ക് ദിസ് ഇസ് ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ് ആവാം ഇത് സാഷയും നവീനും ആയിരിക്കുമോ? അതോ ഇതാണോ സാഷ? ആൻഡ് ഹു ആർ ദം? ഇവർ രണ്ടുപേരും ആരാണ്? നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. Dear children, today we have a new friend. She belongs to a place far away. Let's welcome her. The headmaster introduced Kavita in the school assembly. She came forward dressed in the school uniform. She smiled warmly at everyone. The headmaster invited Kavita's parents to the stage. All the children clapped. I congratulate Sasha and Naveen. They helped Kavita to join us. Sasha and Naveen, please come to the dais. The headmaster encouraged clapping hands. അപ്പോൾ എന്താണ്? വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. എന്താ നോക്കാം. Dear children, today we have a new friend. എന്താ ഹെഡ് മാസ്റ്റർ എല്ലാവരെയും അഡ്രസ് ചെയ്യാണ്. എന്താ പറയുന്നത്? പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്കൊരു പുതിയ കൂട്ടുകാരി ഉണ്ട്. കൂട്ടുകാരിയാണല്ലേ? നമുക്കറിയാം അത് കൂട്ടുകാരനല്ല എന്ന്. She belongs to a place far away. Let's welcome her. അവൾ എന്താണ്?
അടുത്തുനിന്നാണോ വരുന്നത്? അല്ല, കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്. നമുക്ക് അവളെ എന്ത് ചെയ്യാം? സ്വാഗതം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. അങ്ങനെ നമ്മളെ ഒരു വാം വെൽക്കം കൊടുക്കുകയാണ് നമ്മുടെ കവിതയ്ക്ക്. എല്ലാവരുടെയും മുന്നിൽ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഷി കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അപ്പം അവൾ എന്ത് ചെയ്തു? മുന്നിലേക്ക് വന്നു. അവൾ എന്തിട്ടിരിക്കുകയാണ്? അവളുടെ പഴകിയ ഉടുപ്പുകളാണോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്? അല്ല, സ്കൂൾ യൂണിഫോമിൽ നല്ല കുട്ടിയായിട്ട് അവള് മുന്നോട്ട് വന്നു. ഷി സ്മൈൽഡ് വാംലി അറ്റ് എവരിവൺ. അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. The headmaster invited Kabita's parents to the stage. All the children clapped. അപ്പോൾ അവളെ മാത്രമല്ല, അവളുടെ അച്ഛനെയും അമ്മയും കൂടി സാർ എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ക്ലാപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം, ദിസ് ഇസ് കവിത ആൻഡ് ഇതാരായിരിക്കും? അവളുടെ അച്ഛൻ, ഇത് അവളുടെ അമ്മയായിരിക്കും, അല്ലേ? ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ. ദേ ഹെൽപ് കവിത ടു ജോയിൻ us. അപ്പോൾ എന്താണ്? ഇവരെ മാത്രം ക്ഷണിച്ചാൽ മതിയോ? ഇതിനെല്ലാം കാരണക്കാരായ രണ്ടുപേരുണ്ട്, അല്ലേ? സാർ അവരെ മറന്നിട്ടില്ല. സാഷയും നവീനെയും പ്രത്യേകം അസംബ്ലിയിൽ എടുത്തു പറഞ്ഞു, അല്ലേ? അവരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. എന്തിനാണ്? കവിതയെ പോലൊരു കുട്ടിയെ കണ്ടെത്തി നമ്മളുടെ കൂടെ വരാൻ പഠിക്കാൻ സഹായിച്ചതിന് സാഷയും നവീനെ എന്ത് ചെയ്തു? സാർ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. കൂടാതെ സാഷ ആൻഡ് നവീൻ പ്ലീസ് കം ടു ദ ഡൈസ്. അപ്പൊ സാഷയും നവീനെയും കൂടി എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആൻഡ് ഇത് സാഷയാവാം, ഇത് നവീനുമാണ്, അല്ലേ? ദ ഹെഡ് മാസ്റ്റർ എൻകറേജ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അപ്പൊ എല്ലാവരും എന്താണ്? സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് സാർ എന്ത് ചെയ്തു? വെൽക്കം ചെയ്തു. സാഷയും നവീനെയും കവിതയും പാരന്റ്സിനെയും ഒക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നവീൻ ടു ദ ഡൈസ്? എന്തിനാ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത്? അവരുടെ ആവശ്യം എന്താ സ്റ്റേജിൽ? അവർക്ക് അവിടെ താഴെ നിന്ന് കണ്ടൂടെ? അങ്ങനെയാണോ? അല്ല, ദേ ഫൗണ്ട് ദ ഗേൾ, അല്ലേ? അവരാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. അവരാണ് അവരുടെ കാര്യം, ഈ കുട്ടിയുടെ കാര്യം അനുപമ ടീച്ചറുമായിട്ട് ഷെയർ ചെയ്തത്. അവരില്ലായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി ഇന്ന് സ്കൂളിൽ എത്തുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്തുമായിരുന്നോ? നോ, നെവർ, അല്ലേ? അപ്പോൾ ദേ ഫൗണ്ട് ദ ഗേൾ ആൻഡ് ദേ ഹെൽപ് ദ ഗേൾ ടു സ്റ്റഡി, അല്ലേ? സാഷയും നവീനുമാണ് ആ പെൺകുട്ടിയെ കണ്ടെത്തിയത്. അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ഫാക്ടർ എന്ന് പറയുന്നത് സാഷ ആൻഡ് നവീൻ. ടിയേഴ്സ് ഓഫ് ജോയ്, ആനന്ദ കണ്ണീരെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? സന്തോഷം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ചില സമയത്ത് ചിലർക്ക് എന്ത് വരും? കരച്ചിൽ വരും. അതുപോലെ നമ്മൾ ആർക്കാണ് ഇവിടെ ആനന്ദ കണ്ണീര് വന്നത്? നോക്കാം. സാഷ ആൻഡ് നവീൻ മൂവ് ടുവേർഡ്സ് ദ സ്റ്റേജ്. ദ ഹെഡ് മാസ്റ്റർ ഷൂക്ക് ഹാൻഡ്സ് വിത്ത് ദം. സാഷയും നവീനെയും വെൽക്കം ചെയ്തല്ലോ. സാഷയും നവീനും ഡൈസിലോട്ട് ചെന്നു, സ്റ്റേജിലേക്ക് ചെന്നു. ഹെഡ് മാസ്റ്റർ അവരെ എന്ത് ചെയ്തു? കൈ കൊടുത്തു, ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ. വീണ്ടും കുട്ടികൾ എന്ത് ചെയ്തു? അവരെ അഭിനന്ദിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ടേയിരുന്നു. കവിത ലുക്ക് അറ്റ് സാഷ ആൻഡ് നവീൻ. ഹർ ഐസ് ബ്രൈറ്റൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം കവിത എന്ത് ചെയ്തു? സാഷയെ നവീനെ നോക്കി. അവളുടെ കണ്ണുകൾ എന്തായിരുന്നു? സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ് അവൾ, അല്ലേ? അനു ടീച്ചർ സോങ് വാസ് എക്കോയിങ് ഇൻ എവരി മൈൻഡ്. അപ്പം ഈ ഒരു സമയത്ത് അനു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു പാട്ട് എല്ലാവരുടെയും മൈൻഡിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു, ഇല്ലേ? എന്തായിരുന്നു ആ പാട്ട്? The best of friends worth more than gold, give all the love a heart can hold. ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഒരു വീഴ്ച പറ്റിയാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനും നമ്മളൊന്ന് ഒരു കൈ തന്ന് സഹായിക്കാനും ഒക്കെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് സാധിക്കും എന്നുള്ളൊരു പാട്ടായിരുന്നു, ഇല്ലേ, ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇവിടെ നോക്കൂ, the best friends worth more than gold, give all the love a heart can hold. അപ്പൊ എന്താണ്? സ്വർണത്തെക്കാളും, അല്ലേ, ഏറ്റവും അമൂല്യമായ ഒന്നാണ് നമ്മളുടെ നല്ല സൗഹൃദങ്ങൾ. അവർക്ക് എന്താണ്? മനസ്സ് നിറഞ്ഞ് നമ്മളെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. അനുപമ ടീച്ചർ came forward and hugged Kavita. The girl smiled. A tiny drop of tear glittered in the corner of her eyes. അപ്പം നമ്മുടെ അനുപമ ടീച്ചർ മുമ്പോട്ട് വന്ന് നമ്മുടെ കവിത എന്ത് ചെയ്തു? ഹഗ് ചെയ്തു, ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും നമ്മുടെ കവിത എന്ത് ചെയ്തു? ചിരിച്ചതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? അവളുടെ കണ്ണിൽ സന്തോഷത്തിന്റെ ഒരു തുള്ളി കണ്ണുനീരും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സന്തോഷമായോ കവിത സ്കൂളിൽ ചേർത്തപ്പോൾ? സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ? നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഉണ്ടോ ഇതുപോലെയുള്ള കുട്ടികളൊക്കെ? അവർ പഠിക്കാൻ പോകാറുണ്ടോ? നിങ്ങൾ കാണാറുണ്ടോ അവരെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലേ? അങ്ങനെ അന്വേഷിക്കുന്നവരും ഉണ്ടാകും. പക്ഷെ ഇവിടെ സാഷയും നവീനെ നമുക്ക് മാതൃകയാക്കാം, അല്ലേ? അവരുണ്ടായത് കൊണ്ടല്ലേ കവിതയ്ക്ക് ഒരു പുതിയ ഒരു ലൈഫ് കിട്ടിയത്, പഠിക്കാൻ സാധിച്ചത്, സ്കൂളിൽ എത്താൻ സാധിച്ചത്. സോ നമ്മളെല്ലാവരും സാഷയും നവീനെയും പോലെ ആകാൻ ശ്രമിക്കുക. അടുത്തത്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ന്യൂ വേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്. അവയെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേൾഡ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. നമുക്ക് നോക്കാം. ആദ്യം അക്സെപ്റ്റ്. എന്താണ്?
എന്ത് വന്നാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ഐ ക്യാൻ അക്സെപ്റ്റ് എവറിത്തിങ് വിത്ത് എ സ്മൈൽ. എനിക്ക് എല്ലാം എന്താണ് ഒരു പുഞ്ചിരിയോട് കൂടി അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സന്തോഷമായാലും സങ്കടമായാലും എന്താണെങ്കിലും എന്ത് ചെയ്യാം, എനിക്കത് സ്വീകരിക്കാൻ സാധിക്കും വിത്ത് എ സ്മൈൽ, പുഞ്ചിരിയോട്. അക്സെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം എന്താണ്, ടു റിസീവ്, സ്വീകരിക്കുക. അപ്ലോഡ്, അപ്ലോഡ് എന്താണ്, ദ ചിൽഡ്രൻ അപ്ലോഡഡ് ദം അഗെയിൻ എന്ന് നമ്മൾ ഈ ഒരു പാഠത്തിൽ തന്നെ പഠിച്ചു. അപ്ലോഡഡ് എന്താണ്, നമ്മൾ ക്ലാപ്പ് ചെയ്യുക, ടു ക്ലാപ്പ് ഹാൻഡ്സ്, ക്ലാപ്പ് ചെയ്യുക, കൈയടിക്കുക. അപ്രീഷിയേറ്റ്, അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ ആര്, നവീൻ കവിതയെ നന്നായിട്ട് പാട്ട് പാടിയപ്പോ അല്ലേ. യു സിംഗ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു നവീൻ കവിതയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അഭിനന്ദിക്കുക, ടു കൺഗ്രാറ്റുലേറ്റ്, അഭിനന്ദിക്കുക. ഡയസ്, ഡയസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 2 ഭാഗങ്ങളായിട്ട് കണ്ടു. ഹെഡ് മാസ്റ്റർ സാഷയെ നവീനെ വെൽക്കം ടു ദി ഡയസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്താ ഡയസ്, എ റേസ്ഡ് പ്ലാറ്റ്ഫോം, എന്താ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ഓഡിറ്റോറിയം, സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ലേ, കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലേ, അതാണ് ഡയസ്. എക്കോ, ടു റിപ്പീറ്റ് എ സൗണ്ട്, ഒരു സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കത്തില്ലേ, അതാണ് എക്കോ എന്ന് പറയുന്നത്. ഫ്രോൺ, എ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസ്പ്ലഷർ ഓർ സാഡ്നസ്. ഫ്രോൺ എന്താണ്, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, ഒരു എന്താ പറയാ, അത്ര സന്തോഷമല്ലാത്ത സങ്കടകരമായ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖത്ത് വരുന്ന ഒരു എന്താണ്, ഒരു ഭാവം, അതിനെയാണ് ഫ്രോൺ എന്ന് പറയുന്നത്. ഗ്ലിറ്റർ, ടു സ്പാർക്കിൾ, എന്താണ് ടു സ്പാർക്കിൾ, തിളങ്ങുന്നത്, തിളങ്ങുന്ന എന്തോ, അതിനെയാണ് നമ്മൾ ഗ്ലിറ്റർ എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്, ഫീലിംഗ് താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റീവ്. എന്താണ് നമ്മളുടെ കവിതയ്ക്ക് സാക്ഷിയോട് നവീനോട് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്, എന്താ അവരോട് നന്ദിയായിരുന്നു ഉണ്ടായിരുന്നത് അവളെ സഹായിച്ചത് അല്ലേ, അത് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഹഗ്, ടു ആൻ ആക്ട് ഓഫ് ഹോൾഡിംഗ് സംബഡി ടൈറ്റ്ലി ടു സ്ലോ ലവ്, എന്താണ് ടു ഷോ ലവ്, നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ഒരാളെ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹഗ് എന്ന് പറയുന്നത്. ഹമ്മിങ്, മേക്കിംഗ് എ ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ് ലിപ്സ്. അപ്പൊ ഹമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിങ്ങനെ ചുണ്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ നമ്മൾ പാടത്തില്ലേ, അതിനെയാണ് നമ്മൾ മൂളുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹമ്മിങ് എന്ന് പറയുന്നത്. ഹറി, ടു മൂവ് ക്വിക്ലി, എന്താണ് പെട്ടെന്ന് പോവാം. നമ്മൾ അമ്മ കവിതയെ വിളിച്ചപ്പോൾ ഹൂ ഇസ് ദെയർ എന്ന് ചോദിച്ച് വിളിച്ചപ്പം നവീൻ എന്താ പറയുന്നത്, കം ലെറ്റ്സ് ഗോ. അപ്പൊ എന്താ അവന് പെട്ടെന്ന് ധൃതിയായി അല്ലേ, പെട്ടെന്ന് പോവാം നമുക്ക് എന്നുള്ളൊരു ധൃതിയായി. അപ്പൊ ധൃതി, അതാണ് ഹറി. ഇൻട്രൊഡ്യൂസ്, ടു മേക്ക് നോൺ ടു അതേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ഒരാളെ മറ്റുള്ളവരുടെ മുന്നിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ദെൻ ലെൻഡ് എ ഹാൻഡ്, ലെൻഡ് എ ഹാൻഡ് എന്താണ്, നമ്മൾ കൈ പറിച്ചു കൊടുക്കാന്നാണോ, അല്ല, ടു ഓഫർ എ ഹെൽപ്പ്, നമ്മൾ ഒരാൾക്കൊരു സഹായം അപ്പൊ എന്താണ് നമ്മൾ ഓഫർ ചെയ്യാണ്, നിങ്ങൾക്ക് അങ്ങനെ വേണോ. ഇപ്പൊ പെൻസിൽ ഇല്ലാതെ ഒരു കുട്ടി ക്ലാസ്സിൽ വന്നപ്പോൾ എന്ത് ചെയ്യാം, അവളോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് ഡു യു വാണ്ട് എ പെൻ, നിനക്കൊരു പേന വേണോ, അപ്പൊ അതൊരു സഹായമാണ് അല്ലേ, ടു ഓഫർ എ ഹെൽപ്പ്. ദെൻ ലല്ലബി, ക്രാഡിൽ സോങ്, എന്താണ് താരാട്ട് പാട്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ദെൻ മർമർ, ടു സ്പാർക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ്, നമ്മൾ സാഷ ക്ലാസ്സിലിരുന്ന് മർമർ ചെയ്യുമ്പോഴാണ് അനുപമ ടീച്ചർ ലിസൺ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് അല്ലേ. എന്താ നമ്മളിങ്ങനെ പുറുകുറുക്കത്തില്ലേ, പതുക്കെ സംസാരിക്കത്തില്ലേ, ഇൻ എ ലോ വോയിസ്, അതാണ് മർമർ. ദെൻ പീപ്പ്, ടു ലുക്ക് സീക്രറ്റ്ലി, എന്താണ് ചില സാധനങ്ങളോട് നമ്മൾ ഒളിഞ്ഞിങ്ങനെ നോക്കത്തില്ലേ, തല മാത്രമൊക്കെ ഇട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്, ദാറ്റ് ഇസ് പീപ്പ്. റഷ്, ടു മൂവ് ക്വിക്ലി, റഷ് എന്താണ് വലിയ തിരക്കിട്ട് പോവുക, തിരക്കിട്ട് നടക്കുക, തിരക്കിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, റഷ് എന്ന് പറയും. ദെൻ സെർച്ച്, ടു ലുക്ക് ഫോർ, എന്താ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണാതാവുമ്പോൾ പോയി സെർച്ച് ചെയ്യൂലേ, തിരക്കിട്ട് നോക്കും, അതാണ് സെർച്ച്. സജസ്റ്റ്, ടു ഗീവ് ആൻ ഐഡിയ, സജസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കുക, ടു ഗീവ് ആൻ ഐഡിയ, നമ്മളൊരു മാർഗ്ഗം നിർദ്ദേശിക്കുക, ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടുകാരന് നമ്മളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുക, അതെന്താണ് നമ്മളൊരു സജഷൻ വെക്കുകയാണ് അതിന്. സർപ്രൈസ്, സംതിങ് അൺഎക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന് നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സർപ്രൈസ് എന്ന് പറയുന്നത്. ടെൻഡർ, ടെൻഡർ നമ്മൾ ആദ്യം ഈ പാഠത്തിന്റെ ഫസ്റ്റ് എന്താണ് ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് ടെൻഡർ ടച്ച് ആണ് അല്ലേ, സോഫ്റ്റ് ടച്ച്, വളരെ മൃദുലമായ ഒരു സ്പർശം, ടെൻഡർ, സോഫ്റ്റ്. ട്രയൽ, എ ടെസ്റ്റ് ഓഫ് ദി പെർഫോമൻസ്, ട്രയൽ എന്താണ്, നമ്മൾ ഒരു പെർഫോമൻസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ, ഞാനൊരു പാട്ട് പാടാനായിട്ട് സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഞാൻ അത് എന്ത് ചെയ്യും, ട്രയൽ നോക്കും അല്ലേ, റിഹേഴ്സൽസ് നോക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രയൽ എന്ന് പറയുന്നത്. വൈപ്പ്, വൈപ്പ് എന്താണ് ക്ലീൻ ചെയ്യുക, ടു ക്ലീൻ. വൈപ്പ് യുവർ ഐസ്, എന്താണ് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്തു, കണ്ണു തുടച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ക്ലീൻ ചെയ്യുകയാണ്. സോ ദീസ് ആർ ദ ന്യൂ വേർഡ്സ് ഇൻ ദ ലെസൺ. അപ്പോൾ ഈ വേർഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് അർത്ഥം മനസ്സിലാക്കി വെക്കുക, കാണാതെ പഠിക്കണമെന്നല്ല, അർത്ഥം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഓർത്തെടുത്ത് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ടെൻഡർ ടച്ച് എന്ന് പറഞ്ഞ ഈ ഒരു പാഠത്തിലുള്ള
തുടർന്ന് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസും കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക്